ഏവർക്കും എൻ്റെ ശരി അർപ്പിക്കാനുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഇതിലെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുൻകൂർണി MLA പത്മകുമാറിനെ ദൈവം സ്വാഗതം ചെയ്യും. ഞാൻ ഗോകുലത്തും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്കറിഞ്ഞത് 91 ഞാനിവിടെ മത്സരിക്കാനായിട്ട് വരുമ്പോൾ ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് ഗോകുലം. പക്ഷെ അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം എന്നയാളാണ്. മറ്റു കാര്യങ്ങളുടെ ഒന്നും ഒന്നുമില്ല. എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ സാർ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. പ്രിയങ്കരനായ ഡോക്ടർ നൂറിസാറിൻ്റെ ദേഹവിയോഗത്തിൽ ഗാന്ധി പ്രസ്ഥാനങ്ങളുടെയും ഗാന്ധിഭവന്റെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പ്രവർത്തകരുടെയും ഹൃദയത്തിൽ നിന്നുള്ള അനുശോചനം അറിയുകയും ആദരാഞ്ജലികൾ സമർപ്പിക്കുകയും ചെയ്യുക. ഗാന്ധിഭവൻ പ്രസ്ഥാനം എറണാകുളത്ത് സമാരംഭിച്ചത് മുതൽ ഗോകുലത്തും അദ്ദേഹത്തിൻ്റെ സഹധർമ്മി തങ്കം ചേച്ചിയും ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും എത്തിച്ചേരുകയും പല വിധത്തിൽ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എനിക്കും ഗാന്ധിഭവൻ കുടുംബത്തിന് ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹം. ഇവിടെ ഗാന്ധിഭവൻ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടായി. കോന്നി പ്രദേശത്ത് ഗാന്ധിഭവൻ്റെ ഒരു അദ്ദേഹത്തിൽ തുടങ്ങുന്ന അതിനാഗ്രഹിക്കുന്നവരെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹം തങ്കോ ആൻറ്റിയും ഈ കെട്ടിടം ഗാന്ധിഭവന് വേണ്ടി വിട്ടുതരാമെന്ന് സമ്മതിക്കുകയും ഇതിൻ്റെ പ്രവർത്തന സമിതി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായി ആ പദവി സ്വീകരിക്കുകയും തങ്കമൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള പദവി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരമായി കാര്യങ്ങൾ അറിയുകയും അന്വേഷിക്കുകയും ഇവിടെ അതിഥികളായെത്തിയ വയോജനങ്ങൾക്ക് ആഹാരം മുട്ടാതെ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്നേഹവും ഹൃദയ നിറഞ്ഞ അനുഗ്രഹവുമാണ് അദ്ദേഹം ഗാന്ധിഭവൻ പ്രസ്ഥാനങ്ങൾക്ക് ചൊരിഞ്ഞു നൽകിയത്. ഇവിടെ നമ്മുടെ MLA-യും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയി സേവനമനുഷ്ഠിച്ച നമുക്കെല്ലാം പ്രിയങ്കരനായ പത്മകുമാർ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുന്നവർ അടുക്കുന്നവർ
തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു സ്വന്തം സഹോദരനായി മനസ്സിൽ സ്വീകരിക്കും. ആ സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ഈ നാടിൻ്റെ ചികിത്സാ നൈപുണ്യത്തിൻ്റെയും എല്ലാവർക്കും സാമ്പത്തികം നോക്കാതെ ചികിത്സ നൽകുന്ന ആ മഹോന്നത മനസ്സിൻ്റെയൊക്കെ ഉടമയായ ഡോക്ടർ ഗോവിന്ദ് സാറിൻ്റെ വിയോഗത്തിലൂടെ ഈ കോന്നി നാടിന് മാത്രമല്ല ആരോഗ്യ പരിപാലന മേഖലയ്ക്കും നികത്താനാവാത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം ഗോവിന്ദ് സാറിനെ നമ്മുടെ ജീവിതത്തിലെ മാതൃകയാക്കാൻ മനുഷ്യസ്നേഹവും കരുതലും കാരുണ്യവും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്കെല്ലാം സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖത്തിൽ നമ്മളെല്ലാവരും ഈ നാട് മുഴുവൻ ദുഃഖിക്കുന്നുണ്ട്. ആ വിയോഗം താങ്ങാനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മി തങ്കം ഷെച്ചിക്കും മകനും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒപ്പം അഗാധമായ ദുഃഖത്തിൽ ഗാന്ധി ഭവനും പങ്കുചേരുന്നു. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ മുമ്പ് തന്നെ കോന്നിയിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസമായി മറ്റൊരു സ്ഥലത്ത് നിന്നെത്തിയ ഡോക്ടർ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പലർക്കും അദ്ദേഹത്തെ കണ്ടാൽ തന്നെ രോഗം മാറുന്ന അവസ്ഥയിലാണ്. അത്ര സ്നേഹത്തോടു കൂടിയായിരുന്നു ഈ കോന്നിയിലെ ഓരോ മനുഷ്യരോടുമുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. നമ്മളൊക്കെ അത് മാതൃകയാക്കേണ്ടത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്ത് പ്രവീൺ അവിടെയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ഏകദേശം 1 മണിക്കൂറോളം സമയം ആ ഭവനത്തിൽ ചെലവഴിക്കുവാൻ എനിക്ക് സാധിച്ചു. ആ സമയമെല്ലാം കോന്നിയുടെ ഓരോ വ്യക്തികളെ കുറിച്ചും കോന്നിയെ ശ്രീ സലീം അലിക്കൽ സാറിനെ സ്വാഗതം ചെയ്യും. ഓരോരുത്തരെയും മുമ്പോട്ട് കൊണ്ടുവരാം. ഓരോരുത്തരെയും ഞാനും ഡോക്ടറും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടിൻ്റെ ബന്ധമാണ്. ആദ്യമായി ഞാനിപ്പോൾ ഓർക്കുന്നു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ആ ഒരു സമയം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗത്വം കൊടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായി ചെല്ലുന്നത്. അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞ വാചകം, സലിലെ, ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗമാണ്. അതാണ് അദ്ദേഹം തന്ന മറുപടി. അദ്ദേഹം മഹാനായ ഡോക്ടർ ഇക്ബാലെ, അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്ക് പോലെയുള്ള മഹാന്മാരുടെ കൂടെ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തത്. അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് കാണുന്നത്. എല്ലാവരെയും മനുഷ്യനായി കാണാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നും ഒരു വേർതിരിവില്ലായിരുന്നു. ആർക്കും ഏത് സമയത്തും അദ്ദേഹത്തെ കാണാമായി. അദ്ദേഹം മരിക്കുന്ന ദിവസം വരെ, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോകുന്ന ആ കോവിഡ് സമയം വരെ അദ്ദേഹം ഏതാണ്ട് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ സമയം വരെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് അടച്ചിട്ടില്ല. ഒരു കുറ്റി പോലും അദ്ദേഹം ഇട്ടിരുന്നു. ബാക്കി ഈ പ്രദേശത്തുള്ള മുഴുവൻ ഡോക്ടർമാരും എല്ലാ ഗേറ്റും പൂട്ടി അകത്ത് കിടക്കുമ്പോൾ, സെക്യൂരിറ്റിയെ വെച്ച് അകത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സെക്യൂരിറ്റിയും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തുറന്ന് ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തെ കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ദുഃഖം, ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആ ദുഃഖത്തിൽ
ഞാനും പങ്കുചേരുക. ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം, നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ആളുകളില്ലാത്ത ഒരവസ്ഥയിൽ ഇദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒക്കെ തന്നെ സേവിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം ഗാന്ധിഭവൻ പറഞ്ഞ ഈ ഒരു മതേതര കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഗാന്ധിഭവന് വേണ്ടി ഈ സ്ഥാപനം വിട്ടുകൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ എപ്പോഴും, കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അജീഷ് സാറും ഒക്കെ ഞങ്ങൾ നേരിട്ട് പോയി വീട്ടിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു വാചകമുണ്ട്: ഡോക്ടർ ഒരിക്കലും ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചിരുന്നില്ല, ഒരു പബ്ലിസിറ്റിയും വേണ്ട, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഒന്നും ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. വേറെ എങ്ങും ഒരു പൊതുദർശനത്തിനും അവർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇരുന്ന ആ സ്ഥാപനത്തിൽ ഇന്ന് ഗാന്ധിഭവൻ നമ്മളൊക്കെ തന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ കോന്നിയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത ഒരു ജനകീയ പ്രസ്ഥാനം, അത് നിലനിർത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരോടൊപ്പം, ഈ നാട്ടിലെ എല്ലാവരോടൊപ്പം ഞാനും പങ്കുചേരുന്നു. കോന്നി ഗാന്ധി ഭവന് വേണ്ടി, ഗാന്ധി ഭവൻ ദേവലോകത്തിൻ്റെ വികസന സമിതിക്ക് വേണ്ടിയിട്ട് വർക്കിംഗ് ചെയർമാൻ ജി മോഹൻദാസ് സാറ്, അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ ശ്രീ എസ് സോമപിള്ള സാറ്, മറ്റ് വികസന സമിതി അംഗങ്ങൾ, ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗാന്ധി ഭവൻ ദേവലോകത്തിൻ്റെ പാത്രങ്ങൾ സമർപ്പിക്കും. അനുശോചനം അറിയിക്കുന്നതിനായി മുൻ ഗ്രാമപഞ്ചായത്ത് നൂഹ് മുഹമ്മദിനെ ക്ഷണിക്കുന്നു. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിസ സംസാരിക്കും. ബഹുമാനായിരിക്കുന്ന കുടുംബത്തിലെ ദുഃഖത്തിലായിരിക്കുന്ന ബന്ധുമിത്രാദികളെ, മറ്റ് ബഹുമാന്യരെ, ഗോപി ഡോക്ടർ ഈ സമൂഹത്തിന് ഒരു തീരാ ദുഃഖമാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. അദ്ദേഹം സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പുഞ്ചിരിയിൽ കൂടി രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് താങ്ങും തണലുമായി അനേകർക്ക് കൈപുണ്യമുള്ള ഡോക്ടറായി മാറിയ ഒരു ഡോക്ടറായിരുന്നു ഗോപി ഡോക്ടർ. ഗാന്ധി ഭവൻ്റെ രക്ഷാധികാരിയായി ഇവിടെ സേവനം അനുഷ്ഠിക്കുമ്പോഴും നല്ല നിർദ്ദേശങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ധാരാളം നിർദ്ദേശങ്ങൾ എനിക്കും നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ
കോന്നി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം എൻ്റെ വ്യക്തിപരമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു.